രണ്ടുപേരും കൂടി എന്താ മുഖത്തോട് മുഖം നോക്കി നിക്കുന്നേ? ആരതി എടുക്കുന്നേ? നിർത്ത്. ഇങ്ങ് തന്നെ. ആദ്യടുത്തി ആരുടെ അനീതി ആയതുകൊണ്ടുള്ള ബന്ധമല്ല, എന്റെ ചേട്ടന്റെ ഭാര്യ എന്നുള്ള ബന്ധം എനിക്ക്. അതുകൊണ്ട് ആരതി എടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഏട്ടത്തി ആയതുകൊണ്ട് എനിക്കും ഏടത്തി തന്നെ. ഞങ്ങൾ ആരതി എടുക്കുന്നതിൽ നിന്ന് ആരെങ്കിലും തടയാൻ വന്ന ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തൊരു പെർഫോമൻസ്, എന്തൊരു മാസ്, എന്തൊരു പവർ! എന്താ നോക്കി നിൽക്കുന്നേ? ആരതി എടുക്ക്. ഏടത്തി, കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ഏട്ടത്തെ പോലെ സൗന്ദര്യം ഉണ്ടാവട്ടെ. ചേട്ടാ, ഏടത്തിയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരരുത്. അങ്ങനെ നോക്കിക്കോണം, കേട്ടല്ലോ? എന്ത് കാര്യം വന്നാലും ശരി, ഏടത്തി വിഷമിപ്പിക്കുന്ന പോലെ ഒരു കാര്യവും ചെയ്യരുത്. ആയിക്കോട്ടെ എന്റെ പൊന്നനീതിമാരെ. എന്റെ ഭാര്യയെ ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കും. അതുപോലെ ഏടത്തി, കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ഏട്ടത്തെ പോലെ നല്ല സൗന്ദര്യം ഉണ്ടാവട്ടെ. നമുക്കിപ്പോ കുഞ്ഞ് ജനിക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞോ എല്ലാവരും ഒരുപാട് വിഷമിക്കില്ലേ? നമ്മളെക്കാൾ സഹിക്കാൻ പറ്റാത്തത് ഇവർക്കായിരിക്കും. എന്തൊരവസ്ഥയാ നമ്മുടേത്. സിദ്ധാർത്ഥ്, എല്ലാവരെയും പോലെ നമുക്കും കുട്ടികളുണ്ടായി. ആ കുഞ്ഞിനെ സന്തോഷത്തോടെ വളർത്തി അവന്റെ ഓരോ ചിരിയിലും സന്തോഷം കണ്ടെത്തി സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കും കഴിയില്ലേ? അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും പറ്റില്ലേ? അങ്ങനെ ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തരില്ലെന്നാണ് സിദ്ധാർത്ഥ്. അമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ വിട്ട് പോയി കളഞ്ഞല്ലോ സിദ്ധാർത്ഥ്. ഈ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥ്. ഇവരെയൊക്കെ സ്നേഹം കാണുമ്പോ ഇവരോടൊക്കെ കള്ളം പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അവൻ ഈ ഭൂമിയിൽ കാലുകുത്തിയില്ല, അമ്മയെ കണ്ടില്ല, നിന്റെ സ്നേഹം ഇതുവരെ മനസ്സിലാക്കിയവില്ല. അവൻ എത്ര സങ്കടപ്പെട്ടായിരിക്കും ഇവിടുന്ന് പോയത്. എന്റെ ശ്രദ്ധ കുറവുണ്ടല്ലോ ഇങ്ങനെ ആയത്. നീ മാത്രമല്ല ആദ്യ, ഞാനും നിന്നെ പോലെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കല്ലേ. എത്രയൊക്കെ സ്വത്തും സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം രക്തത്തിൽ നമുക്കൊരു കുഞ്ഞില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും പൂർണ്ണാവില്ലല്ലോ. ഈശ്വരൻ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കുള്ള ഭാഗ്യം കൊടുക്കില്ലല്ലോ.
അതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ സംഭവിച്ചത്. പാവം, എല്ലാവരും എത്ര സന്തോഷത്തോടെയാ നമ്മുടെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. ഇപ്പോ നിനക്കൊരു അമ്മയാകാനുള്ള ഭാഗ്യമുണ്ടോ, എനിക്കൊരു അച്ഛനാകാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു നിമിഷത്തേക്ക് ആ ചിന്തയിൽ ഈ ലോകം തന്നെ ഞാൻ മറന്നുപോയി. എന്നാലും റിയാലിറ്റിയിലല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടാവും, അതിനെല്ലാം മാറ്റമുണ്ട്. നീ കേട്ടിട്ടില്ലേ, ഒരു പ്രശ്നവും എന്നേക്കായിട്ട് നിലനിൽക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും കുട്ടികളുണ്ടാവും. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഈ കളങ്ങൾ മൂടി വെച്ച് നമുക്ക് ജീവിച്ചേ മതിയാവും. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അതേ ഉള്ളു വഴി. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എല്ലാവരും സത്യം അറിയില്ലേ സിദ്ധാർത്ഥ്? അത് നമുക്ക് അപ്പം നോക്കാതിയ. നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നോർത്ത് നീ ഇങ്ങനെ മനസ്സൊന്നും വിഷമിപ്പിക്കരുത്. നിന്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ മതി, അതാണ് എൻ്റെ സന്തോഷം. പ്ലീസ് ആദ്യ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ശരിയാ, കുട്ടികളുടെ ഭാഗ്യമല്ലേ എനിക്കില്ലാത്തുള്ളൂ. പക്ഷേ നിന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫാമിലി, അതൊക്കെ ഇല്ലേ. ഇപ്പൊ നോക്ക്, ആദി ചേട്ടനുണ്ട്, പ്രീതി ചേട്ടനുണ്ട്, ഫാമിലി കൂടുതൽ എക്സ്റ്റെൻഡ് ആയില്ലേ. രക്തബന്ധങ്ങളെക്കാളേറെ വിശേഷപ്പെട്ട ബന്ധങ്ങളായത്. ശരിയാ, ആദ്യത്തെയും പ്രീതവും നമ്മളുമായിട്ട് മുൻജന്മ ബന്ധമുള്ളതുപോലെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എത്ര നന്നായിട്ട് അവർ സ്നേഹിക്കുന്നത്. ഇതൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിലും കണ്ണുകടിയുണ്ട്. എന്താ, ആ രണ്ട് പെമ്പിള്ളേരാണോ? ആ, ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യങ്ങൾ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ. അമ്മൂനെയും പാറുവിനെയും ഒരു പാഠം പഠിപ്പിക്കാനാ ആദിത്യയും വേദാന്തും ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. പക്ഷെ അമ്മൂനും പാറുവിനും ഒരുപാട് വിഷമാവുന്നില്ലേ, അത് അവര് മനസ്സിലാക്കണ്ടേ. ഈ കാര്യത്തിൽ എനിക്ക് രണ്ട് ചേട്ടന്മാരോട് നല്ല ദേഷ്യമുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരെ രണ്ടുപേരും വിഷമിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു? നമുക്ക് നോക്കാം, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണമല്ലോ. അവരെ രണ്ടുപേരും അങ്ങനെ അങ്ങ് താഴ്ത്തണ്ട. അവരിതൊക്കെ പെട്ടെന്ന് മാറ്റിക്കോളും. എന്തായാലും ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അമ്മുവും പാറുവും വരണം. ചില ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാവണമെങ്കിൽ ഇങ്ങനെ ചില പിണക്കങ്ങൾ എന്തായാലും വേണം. അയ്യോ പാറു, മാറിക്കേ. പായ മാത്രം വിരിച്ചേക്കുവാണോ? പിള്ളയും ബെഡ്ഷീറ്റൊക്കെ ഇനി ആര് തരും? അയ്യടി, പാറു ആയതുകൊണ്ടാ പാവല്ലേ എന്ന് വിചാരിച്ച് ഈ പായെങ്കിലും തന്നത്. ഞങ്ങളുടെ ചെറുക്കന്മാരെ കണ്ണു കാണിച്ച് വളച്ചത് പോരാ, ഇനി പൊട്ടുമെത്ത കൂടെ വിരിച്ചു തരാം. വേണമെങ്കിൽ വന്ന് കിടക്ക്. വാ പാറു. മണ്ടി, ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്റെ കാമുകൻ വേദാന്തിന് വേണ്ടിയാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനെ. കുറച്ചു കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലായിക്കോളൂ. നീ എന്താ ആലോചിക്കുന്ന അഹല്യ? വാ കിടക്കാം. വാട്ട്? ഈ പായൽ കിടക്കാനോ? നോ വേ. എന്നാ പട്ടുമത്തേക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യേ. മറ്റെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. താങ്ക് യു. പിന്നെ ഞാനും പ്രീതം ഉണ്ടല്ലോ ഇവിടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി, വാ മതി, നമുക്ക് പോ. ചെല്ലു ചെല്ലു. പ്രീതു, പറ ബ്രോ. നമ്മുടെ ബർത്ത്ഡേക്ക് ഇനി 2 മണിക്കൂർ കൂടി ഉള്ളൂ. ആരൊക്കെ വിഷ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ ഓർത്തത് ആരൊക്കെ മറന്നതെന്ന് നമുക്കറിയാലോ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഈ 2 മണിക്കൂർ എന്തായാലും ഉറക്കം വരില്ല. എനിക്കും വരില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ചേട്ടൻ അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞു. വാ നമുക്ക് കിടന്നേക്കാം. പ്രീതു, പറയ്. മണി 12 മണിയായി.
ആരുടെയും ആവിയില്ല, അനക്കവുമില്ല. എല്ലാവരും മറന്നു എന്നാ തോന്നുന്നത്. നമുക്ക് കിടക്കുന്നതായിരിക്കും നല്ലത്. ബ്രോ, നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ ബ്രദേഴ്സ് അത്ര ഈസി ആയിട്ട് മറക്കില്ല. ഈ സമയത്ത് എന്തായാലും പ്രതീക്ഷകളൊന്നും കൈവിടണ്ട. ഓ, നീ പറഞ്ഞപ്പോ തന്നെ എന്റെ പ്രതീക്ഷകളൊക്കെ ആണ്. ബ്രോ, പ്രതീക്ഷ എല്ലാം അണഞ്ഞത് കറണ്ടാ. Happy birthday, dear brothers. ഓ താങ്ക് യു. Thank you so much. Make a wish. Blow the candles. ഞാൻ പറഞ്ഞതല്ലേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. വിഷ് ചെയ്യാൻ ഇനിയും ആളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ്ലി ഡിയർ ബ്രദേഴ്സ്. Thank you. ബൈ ദ വേ, നിങ്ങൾക്ക് ഇനി സർപ്രൈസ് ഉണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, Vicky Preetu. Happy birthday to you. സിദ്ധാർത്ഥ്, സുമേഷേ, സുമേഷേ, ഞാൻ എന്റെ 2 ചേട്ടന്മാർക്കും വേണ്ടി എന്റെ കൈകൊണ്ട് കേസരി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ കട്ട് ചെയ്താലോ? വേണ്ട. ആ, വിക്കി ചേട്ടാ, Sure, cut ചെയ്യ്. come on. Yep. Happy birthday. അപ്പൊ എനിക്കോ? ഭദ്രകാളി, നിനക്ക് തരാതിരിക്കോ? ഇത് ഞങ്ങളുടെ പൊന്നനീതിക്ക്. ഇനി സമയമില്ല, എല്ലാവരും attack. മേഡം, പ്രേതങ്ങൾ ഇറങ്ങുന്ന ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യാ യാമിനി മേഡം? നീ കാണുന്നില്ലേ സുമേഷേ, ഞാൻ പ്രാക്ടീസ് ചെയ്യുവാണ്. എന്ത് ചിപ്സ് തിന്നുന്നതോ? ചേച്ചി അങ്ങനെയല്ല, ചിപ്സ് ഇങ്ങനെ തിന്നുകൊണ്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഞാനന്ന് ഓടാൻ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ വല്ല IAS IPS ഒക്കെ ആയി മാറിയാനെ. ഒരിക്കലും ഇല്ല, നിനക്കതൊന്നും പറ്റില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാ IAS IPS ഒക്കെ ആകണമെങ്കിൽ ഒരു തെങ്ങിന്റെ അത്രയെങ്കിലും ഹൈറ്റ് വേണം. നീ ആണെങ്കിൽ ആകെ ഒരു കുറ്റിച്ചെടിയുടെ അത്രയല്ലേ ഉള്ളൂ. ഡോണ്ട് വറി, എന്റെ കുട്ടികൾ വളർന്നു കഴിയുമ്പോ അവരെ എനിക്ക് ഇതുപോലെ വലിയ ഓഫീസേഴ്സ് ആക്കാമല്ലോ. ഓക്കെ ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ആക്കിക്കും. സുമേഷേ, എന്നെ സാരി കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ സുമേഷേ. ഒരാനെ ഫോഴ്സ് ചെയ്ത് സാരി ഉടുപ്പിച്ചതുപോലെ ഉണ്ട്. എന്താ പറഞ്ഞേ? ഈ സാരി മേടം ഉടുത്തപ്പോ സാരി കാണാൻ തന്നെ നല്ല ചന്തമുണ്ടെന്ന് പറഞ്ഞതാ. അങ്ങനെയാണോ? സത്യമാണോ? സത്യമായിരിക്കും. എനിക്ക് സൗന്ദര്യം പണ്ടേ കുറച്ച് കൂടുതലാ. താങ്ക് യു സോ മച്ച്. സുമേഷേ, പറഞ്ഞോളൂ മേഡം. ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആവുന്നുള്ള കാര്യം കൺഫേം ആണല്ലോ അല്ലേ? അയ്യോ, മേഡം ബ്രാൻഡ് അംബാസിഡർ ആകുമെന്നുള്ളത് 100% സത്യമാ. എന്നാ ഞാൻ പോയിക്കോട്ടെ. എവിടേക്ക്?
ഒരു വൈൻ കുടിക്കാൻ അല്ലല്ല കുറച്ച് വെള്ളം കുടിക്കാനായിട്ട്. സൂക്ഷിച്ചു പോയി കുടിക്കട്ടോ. അതെന്താ? അത് പിന്നെ പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കുന്നതിനിടയില് തട്ടിയങ്ങ് മറിഞ്ഞു വീണാലോ? ഡോണ്ട് വറി മാഡം, ഞാൻ ലൈറ്റ് ഇട്ട് പ്രകാശം പറഞ്ഞതിന് ശേഷമേ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കൂ. ലൈറ്റ് ഓൺ ചെയ്യാൻ സ്വിച്ച് കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് നീട്ടി വിളിച്ചാ മതി, ഞാനങ്ങ് വന്നോളാം കേട്ടോ. അതിന് മേഡം എന്ത് ഡൈനോസർ ആണോ എല്ലായിടത്തും കൈയും കൊണ്ട് ചെല്ലാൻ? ഡൈനോസറോ? ഓഹോ സുമേഷേ, ഉമ്മ ഇത് നല്ലൊരു പോസാണല്ലോ. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല, എനിക്ക് പാറുവിനെ കാണാൻ തോന്നുന്നു. അത്രേ ഉള്ളോ? അവിടെയായിരുന്നപ്പോ എപ്പോ വീട്ടിൽ വന്നാലും അവളെ കാണാനോ സംസാരിക്കാനോ പറ്റുമായിരുന്നില്ല. അവളങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഗേൾഫ്രണ്ട് നാടകം നടക്കുമല്ലേ, അത് കാരണം അവളെ കാണാനോ സംസാരിക്കാനോ ഇതുവരെ പറ്റിയിട്ടില്ല. അതൊന്നും കാര്യമാക്കണ്ട ആദി. നമ്മളൊന്നും സീരിയസ് ആയിട്ട് ചെയ്യുന്നതല്ലോ. അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനല്ലേ എങ്ങനെ ചെയ്യുന്നേ? ആൻഡ് മോറോവർ, ഞാൻ എന്റെ അമൂല്യ എത്ര മിസ് ചെയ്യണമെന്ന് നിനക്കറിയോ? ഈസ് ഇറ്റ്? അതെന്താടാ, നിനക്ക് മാത്രമേ പറ്റുള്ളൂ? എനിക്കെന്താ ഇതൊന്നും പാടില്ലേ? അങ്ങനെയല്ല വേദാന്ത്, നീ അവളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. ഐ നോ, പക്ഷെ അത് അങ്ങനെയല്ല ആദി. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെടാ. അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവളെന്നെ കളിയാക്കുമെന്ന് പേടിച്ചിട്ടാ. അതുമല്ല, ഇപ്പൊ അവളോട് സംസാരിച്ചിട്ട് 2 ദിവസമായി. ഞാനായിട്ട് ഇനി ഓരോന്ന് പറഞ്ഞ് അവൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചാല് എന്റെ വീക്ക്നെസ് മനസ്സിലാക്കി അവള് ജാടയിടും. അതുകൊണ്ടാ നീയുള്ള ധൈര്യത്തിൽ ഞാൻ മിണ്ടാതിരിക്കുന്നേ. നീ പറഞ്ഞ ശരി തന്നെയാ. എന്നാലും ഒരു തവണയെങ്കിലും ദൂരെ നിന്ന് പാറുവിനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ശരി, പക്ഷെ നീ സൂക്ഷിക്കണം. അവളുടെ കൂടെ ആ കഴുതയും കിടക്കുന്നുണ്ട്. അവളെങ്ങാനും കണ്ടാ അറിയാലോ, കട്ട പുകയാ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നമുക്ക് അമൂല്യം കൂടെ പുറത്തിറക്കാം. നിനക്കപ്പോ അമ്മൂനെ കാണാലോ. എന്ത് പറഞ്ഞു വിളിക്കും? പാറു അമ്മു എന്തായാലും ഒന്നിച്ചാണല്ലോ. വിളിച്ചിട്ട് അവള് വന്നില്ലെങ്കിലോ? അയ്യോ, അമ്മയെന്ന് വിളിച്ച് നീ കാര്യം ഞങ്ങൾ ബഹളം വെക്കണം. എന്തായാലും വരാതിരിക്കില്ല. ശരിയല്ലേ? അത് നല്ലൊരു ഐഡിയ. അമ്മേ, അമ്മു, അമ്മു, വേദാന്ത് സാർ എന്തിനാ വേണ്ടി വിളിച്ചു? ആണോ? ഏയ്, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. നീ കിടക്ക്. അല്ലമ്മു, ഞാൻ കേട്ടതാ. അമ്മേന്ന് നല്ല ഒച്ചത്തിലാ വിളിച്ചത്. ആണോ? നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവര് രണ്ടുപേരും ഇവിടെയാണല്ലോ കിടന്നുറങ്ങിയത്. എവിടെ പോയാലും എനിക്കെന്താ. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കാം. കേസരിയല്ലേ ഇത്?
എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നിനക്ക്. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നറിയോ? ഓ, കള്ളന്മാരെ പോലെ ഇവിടെ ഒളിച്ചു നിന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നെന്ന് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നല്ലേ? ഞാൻ എന്താ കള്ളിയാണോ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ?